21-ാം നൂറ്റാണ്ടിൽ ടെക്നോളജിയുടെ വളർച്ച അതിവേഗത്തിലാണ്. എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ആരും സുരക്ഷിതരല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ബാങ്കുകളിൽ മാത്രമല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പോലും ഹാക്ക് ചെയ്യാൻ ശേഷിയുള്ള ഹാക്കർമാർ ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ട്. അതിനാൽ വിർച്വൽ ലോകത്ത് സ്വയം സുരക്ഷിതരായിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ് എപ്പോഴും ഉത്തമം. ഇന്നത്തെ കാലത്ത് ഹാക്കിംഗ് വളരെ എളുപ്പമാണ്. അതിനാൽ ഹാക്കിങ്ങിന് ഇരയാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. ഇൻ്റർനെറ്റിൽ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ടെക് ഇൻഡസ്ട്രിയിലെ വിശേഷങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ വിശേഷങ്ങൾ, കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ലൈഫ് ടിപ്സുകൾ എന്നിവയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സുരക്ഷിതമായിരിക്കാൻ സഹായിക്കുന്ന മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് VPN അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. പബ്ലിക് വൈഫൈയിലും മറ്റേതെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷനിലും കണക്ട് ചെയ്യുന്നത് എപ്പോഴും സുരക്ഷിതമായിരിക്കില്ല. കാരണം നെറ്റ്വർക്കിലൂടെ ഏതൊരാൾക്കും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനാൽ VPN നിങ്ങളുടെ IP മറച്ചു വയ്ക്കാൻ സഹായിക്കും. അതുവഴി നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സുരക്ഷിതമാക്കാൻ കഴിയും. പാസ്വേഡ് ഓർക്കുക എന്നത് എളുപ്പമല്ല. അതേസമയം പാസ്വേഡുകൾ നിങ്ങളുടെ ജോലി കൂടുതൽ എളുപ്പമാക്കും. എന്നാൽ വ്യത്യസ്ത അക്കൗണ്ടുകൾക്ക് ഒരേ പാസ്വേഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ പാസ്വേഡ് മറ്റാർക്കെങ്കിലും ലഭിച്ചാൽ എല്ലാ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹാക്കിംഗ് ഒഴിവാക്കാൻ ഓരോ അക്കൗണ്ടിനും ഓരോ പാസ്വേഡ് ഉപയോഗിക്കുന്നതാണ് ഉചിതം. കൂടാതെ പാസ്വേഡ്, വെൽക്കം, 123456, QWERTY തുടങ്ങിയ സിമ്പിളായിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫീച്ചർ ലഭ്യമാക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ സമയമെടുക്കുമെങ്കിലും നമുക്ക് ആവശ്യമുള്ള സുരക്ഷ ഉറപ്പു നൽകും. നിങ്ങളുടെ അക്കൗണ്ടിൽ കയറണമെങ്കിൽ ഹാക്കർമാർക്ക് ആദ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ച OTP കോഡ് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ സാധിക്കുന്നത്. അക്കൗണ്ടുകൾ പരസ്പരം ലിങ്ക് ചെയ്യുന്നത് സൗകര്യപ്രദമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കയറാൻ സാധിച്ചാൽ ഹാക്കർമാർക്ക് അതുവഴി ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റെല്ലാ അക്കൗണ്ടിലേക്കും എത്താൻ കഴിയും. അതിനാൽ അക്കൗണ്ടുകൾ പരസ്പരം ലിങ്ക് ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ ലിങ്ക് ചെയ്യുന്നത് ഹാക്കർമാരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുറന്ന ക്ഷണം നൽകുന്നതിന് തുല്യമാണ്. പബ്ലിക് വൈഫൈ സൗജന്യമായിരിക്കും. അതിനാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ തോന്നും. എന്നാൽ സൗജന്യ വൈഫൈയിൽ ലോഗ് ചെയ്യുന്നത് വൈറസ്, മാൽവെയർ എന്നിവ വഴി ഹാക്കിങ്ങിനുള്ള സാധ്യത ഉയർത്തും. പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്താൽ ഹാക്കർമാർക്ക് നിങ്ങളെ പിന്തുടർന്ന് വിലപ്പെട്ട വിവരങ്ങൾ എളുപ്പത്തിൽ ചോർത്താൻ കഴിയും. ഇന്ന് എല്ലാ വെബ്സൈറ്റുകളും സൈൻ ഇൻ നടപടി ലഭ്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ പ്രൈമറി ഇമെയിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ഇമെയിലിൽ സ്പാം എത്താൻ കാരണമാകും. രണ്ടാമതൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഡാറ്റകൾ സുരക്ഷിതമായിരിക്കാൻ സഹായിക്കും. ഉപഭോക്താക്കളെ കെണിയിലാക്കാൻ ഹാക്കർമാർ പലതരം തന്ത്രങ്ങളും ഉപയോഗിക്കും. മാൽവെയർ അടങ്ങിയിട്ടുള്ള വ്യാജ ലിങ്കുകളും അറ്റാച്ച്മെൻറ്റുകളും അവർ നിങ്ങൾക്ക് അയക്കും. അതിനാൽ ഇനി അജ്ഞാത മെയിലുകൾ ലഭിച്ചാൽ അതിൽ കാണുന്ന ലിങ്കിൽ നേരിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഹൈപ്പർ ലിങ്കിലൂടെ അറിയാവുന്ന ലോഗിൻ പേജിലേക്ക് എത്തും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയ ടാബ് തുറന്ന് വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നതാണ് ഹാക്കർമാർ ഉപയോഗിക്കുന്ന മികച്ച മാർഗങ്ങളിലൊന്ന്. ഹാക്കർമാർ നിങ്ങളുടെ ജനന തീയതി, ഫോൺ നമ്പർ, സുരക്ഷാ ചോദ്യം എന്നിവ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായി ഉപയോഗിക്കും. അതിനാൽ വെബ്സൈറ്റിൽ എവിടെയും നിങ്ങളുടെ യഥാർത്ഥ ജനന തീയതി നൽകരുത്. നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ഹാക്കർമാർ ശ്രദ്ധിക്കുന്ന ചെറിയ കാര്യങ്ങളാണിത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്കെല്ലാം പ്രൈവസിക്കായി ഒരു പ്രത്യേക വിഭാഗമുണ്ട്. നമ്മളിൽ ഏറെ പേരും അധികം ശ്രദ്ധിക്കാറില്ല ഇത്. എന്നാൽ വളരെ ഉപയോഗപ്രദമാണിത്. പ്രൈവസി സെറ്റിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ടൈം ലൈൻ, ജനന തീയതി എന്നിവയെല്ലാം ആർക്കെല്ലാം കാണാം എന്ന് ഇതിലൂടെ തീരുമാനിക്കാം. പ്രൈവസി സെറ്റിംഗ്സ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ശീലമാക്കുക. പലരും കമ്പ്യൂട്ടറിലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാറില്ല. ഫേസ്ബുക്ക്, ട്വിറ്റർ, ജിമെയിൽ അക്കൗണ്ടുകൾ ലോഗൗട്ട് ചെയ്യാതിരുന്നാൽ വളരെ എളുപ്പത്തിൽ ഇവ ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയും. അതിനാൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഓരോ തവണയും ലോഗൗട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്, ഷഫീഖ്, വയനാടൻ ടെക്.